കാലവും കാഴ്ചപ്പാടും ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ആദിവാസിക്ക് ആനക്കരി എന്നതാണ്. ഈ കഴിഞ്ഞ ദിവസം കണ്ണൂർ ആറളത്ത് ആദിവാസി ദമ്പതികളെ ആന ചവിട്ടിക്കൊണ്ടിരിക്കുന്നു. വിഭവങ്ങൾ ശേഖരിക്കാൻ വേണ്ടി കാട്ടിലേക്ക് പോയ ആദിവാസി ദമ്പതികളെയാണ് ആന ചവിട്ടിക്കൊന്നത്. യഥാർത്ഥത്തിൽ ഈ പ്രദേശത്ത് തന്നെ ഏതാണ്ട് 10-ലധികം ആളുകളെ സമീപകാലത്ത് തന്നെ ആന ആക്രമിച്ചിരിക്കുന്നു, കൊന്നിരിക്കുന്നു. അധികാരികൾ ഗൗരവമായി യാതൊരു ഇടപെടലുകളും നടത്തുന്നില്ല. ഒരു 10 കിലോമീറ്റർ ആനമതിൽ കെട്ടാൻ വേണ്ടി ഏതാണ്ട് 2018 തീരുമാനിച്ച ഗവൺമെന്റ് നടപടികളുമായി മുന്നോട്ട് പോയെങ്കിലും 2025 എത്തി നിൽക്കുമ്പോഴും ഏതാണ്ട് 4.5 കിലോമീറ്റർ മാത്രമാണ് ആനമതിൽ നിർമ്മാണം പൂർത്തിയാക്കിയത്. അതിവേഗം കുതിക്കുന്ന കേരളം ആദിവാസിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി 10 കിലോമീറ്റർ ആനമതിൽ കെട്ടുവാനുള്ള നീക്കം പോലും ഏതാണ്ട് 7 വർഷമായിട്ടും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം. എന്താണ് ഈ ദുരവസ്ഥയ്ക്കുള്ള കാരണം? അടിസ്ഥാനപരമായി ഇവിടുത്തെ ഭരണവർഗത്തിന്റെ ആദിവാസികളോടുള്ള സമീപനത്തിന്റെ പിശകാണ്. ഇടതു വലത് വ്യത്യാസമില്ലാതെ ശരിക്കും ആദിവാസികളോട് രാഷ്ട്രീയ പാർട്ടികളടക്കം സ്വീകരിച്ചിരിക്കുന്ന സമീപനത്തിൽ സമൂലമായ മാറ്റം വരേണ്ടതുണ്ട്. സ്വത്വബോധം എന്ന പേര് പറഞ്ഞ് ആദിവാസിയെ കാട്ടിൽ താമസിപ്പിച്ച് വനവിഭവങ്ങൾ അവർക്ക് ഔദാര്യമായി നൽകുന്നു എന്ന മട്ടിൽ ശരിക്കും കേരളത്തിലുണ്ടായ ഒരു പുരോഗതിയും അവരുടെ ജീവിതത്തിലേക്ക് കടത്തിവിടാത്ത വിധം മനഃപൂർവ്വമായി സ്വീകരിക്കപ്പെടുന്ന ഒരു വലിയ വീഴ്ചയായിട്ടാണ് ഇതിനെ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്ത് സ്വത്വബോധമാണ് ഇവിടുത്തെ സമൂഹത്തിൽപ്പെടുന്ന എല്ലാ സമൂഹത്തിൽപ്പെടുന്ന ആളുകളും, മുസ്ലിങ്ങൾ, ഹിന്ദുക്കൾ, ക്രൈസ്തവർ ഒക്കെ സ്വത്വബോധത്തിന്റെ പേരിൽ അവരുടെ പരിഷ്കാരങ്ങളൊന്നും കൈമോശം വന്നിട്ടില്ല. ഈ സമൂഹങ്ങളെല്ലാം വളരെ വേഗം പുരോഗമിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ ഉയർന്ന വിദ്യാഭ്യാസം കിട്ടിയിട്ടുണ്ട്, അവരുടെ വസ്ത്രധാരണ രീതി മാറിയിട്ടുണ്ട്, അവരുടെ ഭക്ഷണക്രമം മാറിയിട്ടുണ്ട്, അവരുടെ പാർപ്പിടങ്ങൾ മാറിയിട്ടുണ്ട്, അവരുടെ ചികിത്സാ രീതികൾ മാറിയിട്ടുണ്ട്, അവരുടെ ആസ്വാദന കലകൾ മാറിയിട്ടുണ്ട്. എല്ലാ രൂപത്തിലും അവർക്കൊക്കെ സമൂല മാറ്റം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ ആദിവാസി എന്ന് പറയുന്ന വിഭാഗത്തെ അവരുടെ പഴയ കാലത്തെ അവരുടെ കലാരൂപങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ അവരുടെ വസ്ത്രധാരണത്തിന്റെ പേരിൽ ടൂറിസം എന്ന നിലയിൽ അതിനെ പ്രൊമോട്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ ആ സാധ്യതകൾ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നല്ലാതെ ഈ അടിസ്ഥാന വർഗത്തെ ശരിക്കും അപ്ലിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി, ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ഗൗരവമായി യാതൊന്നും ചെയ്യുന്നില്ല. ആദിവാസി എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ ആദ്യം വസിക്കാൻ വന്നിട്ടുള്ള ആളുകളാണ്. അവരാണ് ഈ രാജ്യത്ത് ആദ്യം വസിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവിടുത്തെ സർവ്വസമ്പത്തിൻ്റെയും അവകാശികൾ എന്ന് പറയുന്നത് അവരാണ്. പക്ഷെ അവരോട് ഈ സംസ്കൃത സമൂഹം എന്ന് അവകാശപ്പെടുന്ന മലയാളികൾ നീതി പുലർത്തുന്നില്ല എന്നതും അങ്ങേയറ്റം ഗുരുതരമാണ്. ശരിക്കും അവരെ കൂട്ടമായോ 1-to-1 എന്ന നിലയിലോ കൗൺസിലിംഗ് നടത്തി കാട്ടിൽ താമസിക്കുന്നതിൻ്റെ പോരായ്മകളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി നാട്ടിൽ കൊണ്ടുവന്ന് നല്ല ഇടങ്ങളിൽ അവരെ താമസിപ്പിച്ച് അവർക്ക് അനുയോജ്യമായ തൊഴിലുകൾ നൽകി അവരെ സംസ്കൃതരാക്കി മാറ്റുന്നതിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കേണ്ട ഉത്തരവാദിത്തം ശരിക്കും ഉത്തരവാദിത്തമുള്ള ഗവൺമെന്റുകൾക്കുണ്ട്. അത് ഒരു കാലത്തും ഏതെങ്കിലും ഒരു പ്രത്യേക ഗവൺമെന്റ് എന്നല്ല, ഒരു കാലത്തും വേണ്ടവണ്ണം അത് ചെയ്തിട്ടില്ല. ഞാൻ പട്ടികവർഗ വികസന വകുപ്പിൽ പ്രവർത്തിക്കാനിടയായ ഒരു ഉദ്യോഗസ്ഥനാണ്. ആ പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമത പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവർക്ക് പ്രഖ്യാപിക്കുന്ന പദ്ധതികളുടെ ഒരു 4/1 പോലും അവർക്ക് പ്രയോജനപ്പെടുന്ന വിധത്തിലല്ല കൈകാര്യം ചെയ്തു പോകുന്നത്. വലിയ ഭീമൻ സംഖ്യകൾ അവർക്ക് വേണ്ടി പ്രഖ്യാപിക്കുമെങ്കിലും ആ പദ്ധതികളൊക്കെ കാര്യക്ഷമമായിട്ടല്ല അഡോപ്റ്റ് ചെയ്യുന്നത്. സമൂലമായ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് നിയമങ്ങൾ നിർമ്മിക്കപ്പെടുന്നത് മനുഷ്യർക്ക് വേണ്ടിയാണോ മൃഗങ്ങൾക്ക് വേണ്ടിയാണോ? ചില മൃഗസ്നേഹികളുടെ പേരിൽ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ട് ഗുരുതരമായ വീഴ്ചയാണ് യഥാർത്ഥത്തിൽ മനുഷ്യരെ കുറിച്ച് പരിഗണിക്കാതെ മൃഗങ്ങളെ കുറിച്ച് പരിഗണിച്ചുകൊണ്ട് നിയമനിർമ്മാണങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. മനുഷ്യജീവന് കാര്യമായ വിലയില്ല.
ഈ വിഷയത്തിൽ മാത്രമല്ല, ശരിക്കും ഏതാണ്ട് 10,000-ലധികം ആളുകൾ പട്ടിയുടെ ആക്രമണം കേരളത്തിൽ നേരിടുമ്പോൾ പട്ടിയെ കൊല്ലുന്നത് ഗുരുതരമായ ശിക്ഷയാണ്. പട്ടിയെ കൊല്ലാൻ പാടില്ല. എന്നാൽ പട്ടിയെ വന്ധ്യീകരിക്കാനുള്ള നടപടികൾ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ടോ? പേരിന് മാത്രമാണ് ഈ നടപടികളുള്ളത്. എല്ലാ പഞ്ചായത്തുകളിലും പട്ടിയെ വന്ധ്യീകരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുവാൻ മതിയായ ഭരണ സംവിധാനം പ്രവർത്തിക്കേണ്ടതിന് പകരം അവയൊന്നും ചെയ്യാതെ പട്ടിയെ കൊല്ലുന്നത് കുറ്റകരമാണ്, പട്ടി മനുഷ്യന് കടിച്ചാൽ കുഴപ്പമില്ല, മനുഷ്യൻ പട്ടിയെ അടിച്ചാൽ കുറ്റകരമാണ്, ഇതാണ് അവസ്ഥ. വളരെ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതാണ് ഈ കാഴ്ചപ്പാട്. ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഉണർന്നു പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. മനുഷ്യജീവൻ അർഹിക്കുന്ന വില നൽകേണ്ടിയിരിക്കുന്നു. അങ്ങേയറ്റം ഖേദകരമാണ്. കേരളീയ സമൂഹത്തിന് തന്നെ ആക്ഷേപമാണ് ആദിവാസികളെ ഇങ്ങനെ ആക്രമിക്കപ്പെടുന്ന മൃഗങ്ങൾക്ക് എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്ത് ആദിവാസികളെ സുരക്ഷിതരാക്കുന്നതിൽ കാര്യമായ യാതൊരു നടപടിയും സ്വീകരിക്കാത്ത ഭരണവർഗത്തിന്റെ ഉദാസീനത ഇനിയെങ്കിലും കണ്ണു തുറക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. സ്നേഹപൂർവ്വം, കാലവും കാഴ്ചപ്പാടും.